യെസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന നമ്മുടെ 5th ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അതേപോലെ തന്നെ അവിടെ പറയുന്ന കുറച്ച് റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ അതിലെഴുതി വെച്ചിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ അവർ ബോസ് എന്ന് പറയാം അല്ലേ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ശരിക്കും എല്ലാ പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഭരിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടില്ലേ, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് പ്രകാരമാണ്. അപ്പോൾ നമ്മളിവിടെ പിക്ചറിൽ കാണുന്നത് നമ്മുടെ അംബേദ്കറാണ്, ഡോക്ടർ BR അംബേദ്കർ. ഹി ഈസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ദ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റാണ് നമ്മുടെ അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വെച്ചിട്ട് നടത്തിയിട്ടുള്ളൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് ഇക്വാലിറ്റി ലിബർട്ടി വുഡ് പ്രൊഡ്യൂസ് ദ സുപ്രമസി ഓഫ് ഫ്യൂ ഓവർ ദ മെനി. അതായത് ഇക്വാലിറ്റി ഇല്ലാതെ ലിബർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചില ആളുകളുടെ മേലൊരു സുപ്രമസി, ആധിപത്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമായിട്ട് കിട്ടത്തില്ല. ഇനി ഈക്വാലിറ്റി വിത്തൗട്ട് ലിബർട്ടി വുഡ് കിൽ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്സ്. ഇനി ഈക്വാലിറ്റി ഉണ്ട് പക്ഷെ അവിടെ ലിബർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്സിനെ അവിടെ കിൽ ചെയ്യും. അതായത് വ്യക്തിഗത മുന്നേറ്റങ്ങളെ ഹനിക്കപ്പെടും, അല്ലെങ്കിൽ അത് തടയപ്പെടും. വ്യക്തിഗത മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും തടയപ്പെടും എന്നാണ് പറയണത്. അതുപോലെ വിത്തൗട്ട് ഫ്രട്ടേണിറ്റി ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി കുഡ് നോട്ട് ബിക്കം എ നാച്ചുറൽ കോഴ്സ് ഓഫ് തിങ്. അതായത് ഫ്രട്ടേണിറ്റി മീൻസ് സാഹോദര്യം കൂടാതെ ലിബർട്ടിയും ഇക്വാലിറ്റിയും മാത്രം ഉള്ളതുകൊണ്ട് അവിടെ ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നും വേണം, എന്നാലും നല്ല രീതിയിൽ പോളി ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രോയിൽ തന്നെ എന്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 കാര്യങ്ങൾ. ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി മീൻസ് സമത്വം, ഫ്രട്ടേണിറ്റി മീൻസ് സാഹോദര്യം. ഈ 3 കാര്യങ്ങൾക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രോയിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പറയുന്നുണ്ട്, ഊന്നൽ നൽകിയിട്ട് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്നാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ട്. അത് 1946 ഡിസംബർ 6 നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ ആയിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 3 ഇമ്പോർട്ടൻറ്റ് സബ് കമ്മിറ്റീസിൻ്റെ ചെയർമാനായിട്ട് അധ്യക്ഷത വഹിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. പിന്നെ ഒറിജിനലി ഹാഡ് 389 മെമ്പേഴ്സ്. അതായത് ഒറിജിനലി ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. റെക്കഗ്നൈസ്ഡ് ടു 299 മെമ്പേഴ്സ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഇൻ 1947. 1947 ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും അതൊന്ന് പുതുക്കി പണിത് 299 അംഗങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെയൊക്കെ സംരക്ഷിക്കാനാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വാട്ട് ഈസ് ദ ഹ്യൂമൻ റൈറ്റ്സ്? എവരി ഹ്യൂമൻ ബീങ്സ് ഹാസ് ദ റൈറ്റ് ടു ലിവ് എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഈക്വാലിറ്റി റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, കളർ, നാഷണാലിറ്റി. Language, gender, etc. These rights protect human dignity and personality globally. അപ്പോൾ എന്താണ്, എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ ഇവിടെ ഇക്വാലിറ്റിയോടുകൂടെ
എല്ലാ ആളുകൾക്കും എവറി ഹ്യൂമൻ ബീങ് ഹാസ് റൈറ്റ് ടു ലിവ് എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, കളറിൻ്റെ അടിസ്ഥാനത്തിലോ കാസ്റ്റിൻ്റെയോ റിലീജിയൻ്റെ റേസിൻ്റെയോ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവർക്കും അന്തസ്സോടുകൂടി ഡിഗ്നിറ്റിയോടുകൂടിയും ഇക്വാലിറ്റിയോടുകൂടിയൊക്കെ ജീവിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ മനുഷ്യന്മാർക്കുണ്ട്. ദീസ് റൈറ്റ് പ്രൊട്ടക്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് പേഴ്സണാലിറ്റി. ഇപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റ്സിനാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്സുകൾ നമ്മുടെ ഡിഗ്നിറ്റിയെ, നമ്മുടെ അന്തസ്സിനെയും നമ്മുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റിയെയും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് ദ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നെസസറി ഫോർ ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് സർവൈവൽ ഇൻ എ ഡെമോക്രസി. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ അന്തസ്സോടുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അത് ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ് ആയിട്ടുള്ള കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ആ ഹ്യൂമൻ റൈറ്റ്സിനാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയാം. ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് 6 കോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തിട്ടുള്ള 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മൾ മൊത്തത്തിലല്ലേ വേൾഡ് വൈഡിൽ തന്നെ എല്ലായിടത്തും ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളുണ്ട്, അധികം എല്ലാ കൺട്രികളിലും. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആ ഒരു ഐഡിയ, ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യർ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ഭരണഘടനയും എല്ലാത്തിലും റൈറ്റ്സ് ഒന്നും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലം മുന്നേ മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ട എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഇറക്കിയത് നമ്മുടെ ബ്രിട്ടനിൽ ഫോം ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ദിസ് ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. അപ്പോൾ നമ്മുടെ സിവിൽ മനുഷ്യന്മാരുടെ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഫസ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ബ്രിട്ടനിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഒരുപാട് നമ്മുടെ ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പ്രകാരമാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു രാജാവിനെയൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചിട്ട് അദ്ദേഹവും നിയമത്തിനുള്ളിലാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധിപ്പിച്ച് ഒപ്പൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. മാഗ്ന കാർട്ട ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസണാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരാനുള്ള. അതുപോലെ സെക്കൻഡ് വണ്ണാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. 1799 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെയാണ് ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ വേൾഡിലെ തന്നെ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. അപ്പോൾ അതിലവർ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് അവകാശങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേൾഡിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു കാര്യമാണ്. അതിൽ ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒരുപാട് അവകാശങ്ങൾ പറയുന്നുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്ന അവകാശങ്ങളാണ് US Constitution guarantees citizen the right to religious belief, right to freedom of speech, right to freedom of press, right to assemble peacefully, right to security of life and property. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റൈറ്റുകളൊക്കെ റിലീജിയസ് ബിലീഫിനും അതുപോലെ ഫ്രീഡം ഓഫ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അതുപോലെ പ്രസ് സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെയുള്ള കുറച്ച് റൈറ്റ്സുകൾ നമ്മുടെ US-ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കണ്ട സമയത്ത് എല്ലാവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ഫ്രഞ്ച് റവല്യൂഷൻ. ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ 1789 നടന്നിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നടന്നിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇത് ഭയങ്കരമായിട്ട് വേൾഡിൽ തന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലൊരുപാട് അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. പിന്നെ ഫോർത്ത് വണ്ണാണ് യുണൈറ്റഡ് നാഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് യുണൈറ്റഡ് നാഷൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യുണൈറ്റഡ് നാഷൻ തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പം ഈ 4 കാരണങ്ങളാണ് പ്രധാനപ്പെട്ടിട്ടും എന്താ പറയുക ലോകത്തിൽ മൊത്തമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു ആശയം വരാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ
നമ്മുടെ ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താൻ ഈ 4 കാരണങ്ങളല്ലാതെ കുറച്ച് കാരണം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത് മൊത്തമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ മാഗ്ന കാർട്ട, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. പിന്നെ സെക്കൻഡ് വൺ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, അത് നേരത്തെ പറഞ്ഞു. പിന്നെ തേർഡ് ഇവിടെ നമ്പർ ഇട്ടതിൽ ചെറിയൊരു തേർഡ് വൺ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ, ഫ്രഞ്ച് ഡിക്ലറേഷന്. പിന്നെ അതുകൂടാതെ ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് വാല്യൂസ്, അതായത് ഗാന്ധിജിയുടെ ഒരുപാട് തോട്ട്സുകളും വാല്യൂസുകളൊക്കെ എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡിമാൻഡ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഡിമാൻഡ്സും അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അതും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. പിന്നെ സെവൻത്ത് വൺ UN യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. UN തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊണ്ടുവരാൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എയ്ത്ത് വൺ ഡിസ്കഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അന്ന് നടന്നിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസും അതുപോലെ തന്നെ സ്റ്റഡീസും ഒക്കെ എന്തിന് കാരണമായിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൂടെ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യസ് ഡൈവേഴ്സിറ്റി ആൻഡ് നീഡ് ഫോർ ദ യൂണിറ്റി, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങൾ, ഒരുപാട് ഭാഷകളൊക്കെ അടങ്ങിയിട്ടുള്ള ഡൈവേഴ്സ്ഫുൾ ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എന്നാലേ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ റൈറ്റ്സുകൾ കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ടും കൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണമായിട്ടുള്ള 9 കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി, നെക്സ്റ്റ് റൈറ്റ് ടു ലിബർട്ടി, തേർഡ് വൺ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഫോർത്ത് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫിഫ്ത്ത് വൺ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, പിന്നെ സിക്സ്ത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇത്രയും 6 റൈറ്റുകളാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ റൈറ്റുകളും ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് ആ റൈറ്റിൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ആ റൈറ്റിലൂടെ തരുന്നത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളതെന്നൊക്കെ പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ എൻഷുവേഴ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഇപ്പം തരുന്നത്, ഉറപ്പ് നൽകുന്നത്, എല്ലാവർക്കും തുല്യ നിയമവും തുല്യ സംരക്ഷണവുമാണ്. അതായത് പാവപ്പെട്ടവനോ പണക്കാരനോ രാഷ്ട്രീയക്കാരനോ അങ്ങനെയൊന്നും ജാതിഭേദ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ നിയമവും ഒരുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുമെന്നാണ് നമ്മുടെ ആ ഒരു ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദ റിലീജിയൻ, കാസ്റ്റ്, ക്ലാസ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല റിലീജിയൻ്റെ പേരിലോ അതുപോലെ തന്നെ കാസ്റ്റ്, ജാതിയുടെ, ക്ലാസിൻ്റെ പേരിൽ, സെക്സ്, ആണ് പെണ്ണ് എന്നുള്ള അടിസ്ഥാനത്തിലോ, പ്ലേസ് ഓഫ് ബർത്ത്, ജനന സ്ഥലത്തിൻ്റെ പേരിലോ, ഒരാൾ ജനിച്ച സ്ഥലം ഇന്നതായിപ്പോയി എന്നതിൻ്റെ പേരിലൊന്നും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന പാർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഗ്യാരണ്ടീസ് ഈക്വൽ ആക്സസ് to public places like hotels, shops, wells, ponds, bathing guards and roads. അതായത് നമുക്ക് പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള ഹോട്ടൽ, ഷോപ്പ്, വെൽസ്, പോൺസ്, ബാത്തിങ് ഗഡ്സ്, റോഡ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈക്വലായിട്ട് എല്ലാവർക്കും ജാതിഭേദമന്യേ എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ആക്സസ് ഉണ്ട്, പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും പോകാൻ പറ്റും. അല്ലാതെ മുസ്ലിം ആയതുകൊണ്ട് ഒരു ഹോട്ടലിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ട് ഒരു ഹോട്ടലിൽ പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ കുളം, പുഴ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോകാവുന്നതാണ്. പിന്നെ
എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ളതാണ്. എൻഷുവേഴ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെൻറ് ജോബ്. ഗവൺമെൻറ് ജോബിൽ എല്ലാവർക്കും, അതായത് എല്ലാ ആളുകൾക്കും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എല്ലാവർക്കും തുല്യ അവസരമാണ്. അവിടെ ജാതി അടിസ്ഥാനത്തിലൊന്നുമല്ല ഗവൺമെൻറ് ജോബ് കൊടുക്കുന്നത്. അവിടെ പഠിച്ചു കഴിഞ്ഞ് അതിന് എക്സാം എഴുതുന്ന ആളുകൾക്ക് അവിടെ എന്ത് ചെയ്യുകയാണ്, എല്ലാവർക്കും എക്സാം എഴുതാനും അത് നേടാനുള്ള അവസരം നൽകുകയാണ്. അതായത് തുല്യ അവസരമാണ്. പിന്നെ പ്രോഹിബിറ്റ്സ് അൺടച്ചബിലിറ്റി, അതായത് അൺടച്ചബിലിറ്റി. പണ്ട് നമ്മുടെ ഈ ഒരു നിയമം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, പല സ്ഥലത്തും ഉണ്ടായിരുന്നു അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതായത് തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എതിർത്തിട്ടുണ്ട്, തടയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തൊട്ടാലായിരുന്നു അശുദ്ധമാവില്ല, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും കൊണ്ട് നടക്കാൻ പാടില്ല എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, അബോളിഷസ് ടൈറ്റിൽസ്, അതായത് ചില ആളുകൾക്ക് പ്രത്യേക പദവി, ജന്മനാ തന്നെ മഹാരാജ അല്ലെങ്കിൽ ജമ്മിമാർ, അങ്ങനെയുള്ള പദവികളൊക്കെ ഉണ്ടാവില്ല. ആ പദവികൾ വെറുതെ ഒരാവശ്യമില്ലാത്ത ഓരോ പദവികൾ നൽകുന്നതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം. അത് ആർട്ടിക്കിൾ 90 മുതൽ 22 വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ആ ഒരു ഭാഗത്താണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു റൈറ്റ് ലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഷോസ് ദ വിഷസ് ഓഫ് ഇന്ത്യൻസ് ഹൂ ലിവ്ഡ് അണ്ടർ ഫോറിൻ റൂൾ ഫോർ മെനി ഇയേഴ്സ്. അതായത് കുറേ വർഷക്കാലം ഫോറിൻ റൂളേഴ്സിൻ്റെ, ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണത്തിൽ കഴിഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഫ്രീഡം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ആ ഒരു ഭാഗം, ആ ഒരു റൈറ്റ് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കാനുള്ള കാരണം. പിന്നെ ഗീവ്സ് ദ ഫ്രീഡം ബട്ട് ആൾസോ അലോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. നമുക്ക് ഫ്രീഡം നൽകുന്നുണ്ടെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ്, കുറച്ച് പരിമിതികൾ, ലിമിറ്റേഷൻസ് അവിടെ ഉണ്ട്. ആർട്ടിക്കിൾ 19 ഗീവ്സ് ദീസ് ഫ്രീഡംസ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ 19 പ്രത്യേകമായിട്ട് കുറച്ച് ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ അഭിപ്രായം പറയാനും നമ്മുടെ സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. സെക്കൻഡ് വൺ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസംബിൾ പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടിച്ചേരാൻ, എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ, അല്ലേ? നമുക്കൊരു കല്യാണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ നടത്തണമെങ്കിൽ, ഫ്രണ്ട്സിനെ ഒരുമിച്ച് വിളിക്കണമെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയും കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നെക്സ്റ്റ്, തേർഡ് വൺ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്. നമുക്ക് എന്തെങ്കിലും അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്, അല്ലേ? നമ്മുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസോസിയേഷൻ, ലീഗ്, മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഘടനകളുണ്ട്, അല്ലേ? അതുപോലെ മതസംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യാൻ നമുക്ക് ഇവിടെ എന്തുണ്ട്, അവകാശമുണ്ട്, നമുക്ക് റൈറ്റ് ഉണ്ട്. പിന്നെ ഫോർത്ത് വൺ, ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിയിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇന്ത്യയുടെ പ്രദേശത്ത് കൂടെ, ഇന്ത്യയുടെ ഒരു അതിർത്തി, ഒരു ബോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ മീൻസ് നമുക്ക് യാത്രാ ചിലവില്ല എന്നല്ല, എന്നാലും അവിടെ നമുക്ക് പാസ്പോർട്ടോ കാര്യങ്ങളോ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് ഇന്ത്യയിലൂടെ എവിടെയും പോയി വരാം. അപ്പോൾ അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രീഡം ടു റിസൈഡ് എ സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടെ പോയിട്ടും താമസിക്കാനും അവിടെ സെറ്റിലാവാനും, സ്ഥലമൊക്കെ എടുത്ത് സെറ്റിലാവാനുള്ള റൈറ്റും ഉണ്ട്. അവിടെ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ പൗരത്വം നമുക്ക് കിട്ടും ഇന്ത്യൻ എന്ന നിലക്ക്. നേരെ മറിച്ച് നമുക്ക് പുറത്ത് പോയി അങ്ങനെ സെറ്റിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൗരത്വം കിട്ടത്തില്ല. പിന്നെ ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അതായത് നമുക്ക് ഏത് ജോലി വേണമെങ്കിലും, നമുക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനും, നമുക്ക് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാനും, നമുക്ക് ഏത് ട്രേഡോ ബിസിനസ്, നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്സൊക്കെ ഏത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതുകൂടാതെ വേറെയും കുറച്ച് റൈറ്റ്സുകളും കൂടെ നമ്മുടെ ആർട്ടിക്കിൾ 20 മുതൽ 22 വരെ ഉള്ള ഒരു ഫ്രീഡം ഓഫ് റൈറ്റ് എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്പാർട്ട് ഫ്രം ദീസ് റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ലൈഫ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആർ എൻഷ്രിൻഡ് ഇൻ ആർട്ടിക്കിൾ 20 to 22. അതായത് 20 മുതൽ 22 വരെ ഉള്ള ഭാഗത്ത് റൈറ്റ് ടു ലൈഫിനെ കുറിച്ച്, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച്, ഇൻഡിവിജ്വൽ ഫ്രീഡത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
these rights, these are subject to reasonable restrictions in the context of the national integrity, sovereignty and സെക്യൂരിറ്റി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സോവറിൻറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസും നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ഭാഗത്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത്. ആർട്ടിക്കിൾ 21-ലാണ് 21A മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. 86th അമെൻഡ്മെൻറ്റ് ഭരണഘടനയിൽ ചില ഭേദഗതികളെ ഇടയ്ക്ക് വരുത്തും ആവശ്യമെങ്കിൽ. അങ്ങനെ വരുത്തിയ ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ 21A എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് എഡ്യൂക്കേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണത്. അങ്ങനെ ഇൻ 2019 പാർലമെൻറ്റ് പാസ്ഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2019-ലാണ് പാസ്സാക്കുന്നത് പാർലമെൻറ്റ്. കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ ഏപ്രിൽ 2010-ലാണ് നമുക്ക് എഫക്റ്റായിട്ട് നമുക്ക് ഈ ഒരു എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാവുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ശരിക്കും നമുക്ക് എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത്? എൻഷുവേഴ്സ് ഫ്രീ കമ്പൾസറി ആൻഡ് ഈക്വാലിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഏജ്ഡ് 6 to 40 years. 6 മുതൽ 40 years വരെയുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഗവൺമെൻറ് നൽകുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു നിയമം കറക്റ്റ് നിലവിൽ വരുന്നത്, എഫക്റ്റായിട്ട് എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങിയത് 2010 മുതലാണ്. 2009 2009 ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏത് റൈറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ഭാഗത്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ തേർഡ് റൈറ്റാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്. ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ് എന്നുള്ള ഭാഗത്ത് എന്തെല്ലാമാണ് എഴുതി ചേർത്തിട്ടുള്ളതെന്ന് നോക്കാം. ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊട്ടക്ട്സ് പീപ്പിൾ ഫ്രം ബീയിങ് മിസ്യൂസ്ഡ് ഓർ ട്രീറ്റഡ് അൺഫെയർലി. നമ്മൾ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നതോ അൺഫെയർലായിട്ട് അന്യായമായിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളോട് പെരുമാറുന്നതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ആ റൈറ്റ്. ഇറ്റ് സ്റ്റോപ്സ് സ്ലേവറി, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ചൈൽഡ് ലേബർ. അപ്പോൾ ഈ ഒരു റൈറ്റിലൂടെ എന്തൊക്കെ സ്റ്റോപ്പാക്കുന്നുണ്ട്? ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്ത്, ഫോഴ്സ്ഡ് ലേബർ, മനുഷ്യന്മാരെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് പണിയെടുപ്പിക്കുന്നത്, ചൈൽഡ് ലേബർ, ബാലവേല ചെയ്യിപ്പിക്കുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 23-ൽ പറയുന്നുണ്ട് നോ വൺ ക്യാൻ ഫോഴ്സ് അതർ ടു വർക്ക് ഓർ സെൽ പീപ്പിൾ. ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആരെയും ഫോഴ്സ് ചെയ്ത് പണിയെടുപ്പിക്കാനോ അതുപോലെ മനുഷ്യന്മാരെ വിൽക്കാനോ ജനങ്ങളെ വിൽക്കാനൊന്നും പാടില്ല, അതൊക്കെ തെറ്റാണ്. ആർട്ടിക്കിൾ 24-ൽ പറയുന്നുണ്ട് ചിൽഡ്രൻ ബിലോ cannot be employed in mines, factories or dangerous jobs. ചിൽഡ്രൻസ് ഫാക്ടറീസിൽ അതേപോലെ മൈൻസ്, ഖനികളിലൊന്നും ഉള്ള ഇതുപോലെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ജോബുകൾ 14 വയസ്സ് താഴെയുള്ള മക്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ദിസ് റൈറ്റ് എൻഷുവേഴ്സ് എ സേഫ് ആൻഡ് ഫെയർ ലൈഫ് ഫോർ എവരി വൺ. അപ്പോൾ നമുക്ക് റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ഈ ഒരു റൈറ്റിലൂടെ നമുക്ക് സേഫായിട്ടുള്ള നല്ലൊരു നീതിപൂർണമായിട്ടുള്ള അല്ലെ ന്യായമായിട്ടുള്ളൊരു ലൈഫ് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, അവർക്കൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നറിയാം അല്ലേ? അത് ഈ ഒരു റൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് എവരി വൺ ഇൻ ഇന്ത്യ ദ ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് എനി അക്സെപ്റ്റബിൾ റിലീജിയൻ. അതായത് നമുക്ക് ഏത് അക്സെപ്റ്റബിൾ, നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഏത് മതവും ഇന്ത്യയിൽ സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, നമുക്കതനുസരിച്ച് അനുഷ്ഠിക്കാൻ, പ്രചരിപ്പിക്കാൻ എല്ലാത്തിനുമുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. This right include the freedom to act according to their consciousness.
അപ്പോൾ ഈ റൈറ്റ് പ്രകാരം തന്നെ ഈ റൈറ്റിൽ വേറൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് നമ്മുടെ മൈൻഡിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശം. ചില ആളുകൾക്ക് മതം ഇല്ലയെന്ന് തോന്നുന്നുണ്ടാവും, അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റും ഈ ഒരു റൈറ്റിൻ്റെ ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. കൂടാതെ ഈ റൈറ്റ് നമുക്ക് എന്താണ് നൽകുന്നത്? ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഗ്യാരണ്ടീസ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ റിലീജിയൻ. അപ്പോൾ ഈ റൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? എല്ലാ മതക്കാർക്കും എന്താ പറയുക, മതഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ, തുല്യ സംരക്ഷണവും ലഭിക്കുന്നു. ബട്ട് ദിസ് ഫ്രീഡം ഹാസ് ലിമിറ്റ്സ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫ്രീഡത്തിന് കുറച്ച് ലിമിറ്റുകളുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ഹാം പബ്ലിക് ഓർഡർ, ഹെൽത്ത് ഓർ മൊറാലിറ്റി. അതായത് ഇങ്ങനെയൊക്കെ ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പബ്ലിക് ഓർഡറിന്, ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, മൊറാലിറ്റിക്കൊന്നും അപകടമായ രീതിയിലുള്ള ഫ്രീഡം, അപകടമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മീൻസ് നമുക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം എന്നതൊക്കെ ശരിയാണെങ്കിലും മറ്റുള്ളവരെ നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുക, മതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് നിർബന്ധിപ്പിച്ച് നമ്മളവരെ ആക്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് എന്തില്ല? റൈറ്റില്ല. ഇനി നമ്മൾക്ക് 5ാമത്തെ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. 5ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അപ്പോൾ കൾച്ചർ, നമ്മുടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചർ ഇൻക്ലൂഡ് ആയിട്ടുള്ള കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ അല്ലേ. അപ്പോൾ ഈ എല്ലാ കൾച്ചറിനെയും സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് എഴുതി ചേർത്തിട്ടുള്ളത്. ഇന്ത്യ ഹാസ് മെനി റിലീജിയസ് ലാംഗ്വേജസ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. ഇന്ത്യയിൽ ഒരുപാട് കൾച്ചറൽ ആൻഡ് ലാംഗ്വേജസ് ഗ്രൂപ്പുകളുണ്ട്. മൈനോറിറ്റീസ് ആർ സ്മോളർ ഗ്രൂപ്പ് കമ്പയർഡ് ടു അതർ ഇൻ എ റീജിയൻ ഓർ ഹോൾ കൺട്രി. മൈനോറിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞ അംഗങ്ങളുള്ള നമ്പേഴ്സിനെയാണ് നമ്മളെന്താ പറയുക, കുറഞ്ഞ മെമ്പേഴ്സുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ മൈനോറിറ്റി. ഫോർ എക്സാമ്പിൾ മുസ്ലിം, ഹിന്ദു എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിംസ് ആയിരിക്കും ഇന്ത്യയിൽ മൈനോറിറ്റി, ഹിന്ദുസ് ആയിരിക്കും കൂടുതൽ. അങ്ങനെ തന്നെ ഭാഷയിൽ, അതുപോലെ തന്നെ ട്രൈബ്സുകൾ ഉണ്ടാവില്ലേ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വ്യത്യസ്തമായ ജീവിത രീതിയൊക്കെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ മൈനോറിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള ടു പ്രൊട്ടക്ട് ദെയർ ഡിഗ്നിറ്റി മൈനോറിറ്റീസ് ഹാവ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതായത് ഇങ്ങനെയുള്ള മൈനോറിറ്റി വിഭാഗത്തിൻ്റെ കൾച്ചർ അല്ലേ, ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ ട്രൈബ്സിനൊക്കെ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ വസ്ത്രരീതി, അവരുടെ കുറേ ആരാധനകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സംരക്ഷിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ്സ് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദേ ക്യാൻ പ്രിസേർവ് ദെയർ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് സ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെ ഓരോ കൾച്ചറിനും ഓരോ സംസ്കാരം, ഇപ്പോൾ കേരളത്തിലെ സംസ്കാരം വേറെ ആയിരിക്കും, തമിഴ്നാട്ടിലെ സംസ്കാരം വേറെ ആയിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേറ്റിനനുസരിച്ച് സംസ്കാരങ്ങൾ മാറും, അതുപോലെ മതത്തിനനുസരിച്ച് സംസ്കാരങ്ങൾ മാറും. അപ്പോൾ ഓരോ മതത്തിൻ്റെയും ഓരോ സ്റ്റേറ്റിൻ്റെയും ഒക്കെ ലാംഗ്വേജ്, കൾച്ചർ, സംസ്കാരം, സ്ക്രിപ്റ്റ്, അവരുടെ ലിപി എല്ലാം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്. ഈ ഒരു റൈറ്റിലൂടെ നമുക്കതിനെ പറ്റും. They also have right to set up and manage their own school, colleges to protect and develop their culture. അതായത് നമുക്ക് എന്തിനുള്ള റൈറ്റും കൂടെ ഉണ്ട്? ഓരോ കൾച്ചറിനനുസരിച്ച് അവരുടെ സ്കൂളുകൾ, കോളേജുകളൊക്കെ തുടങ്ങാനും അത് മാനേജ് ചെയ്യാനൊക്കെ ഉള്ളത്. അതായത് ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ പല മതസ്ഥാപനങ്ങൾ തുടങ്ങാൻ, അതുപോലെ ട്രൈബ്സിനായിട്ടുള്ള സ്കൂളുകൾ തുടങ്ങാൻ, അങ്ങനെ അവരുടെയൊക്കെ കൾച്ചറുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ, കോളേജുകളൊക്കെ തുടങ്ങാനും അവരുടെ വിദ്യാഭ്യാസം അവിടെ കൊടുക്കാനും ഒക്കെയുള്ള റൈറ്റ് നമ്മുടെ കൾച്ചറൽ ആൻഡ് റൈറ്റ്സ് എന്നുള്ള എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നുള്ള ഭാഗത്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്കതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളുടെയൊക്കെ മതാചാരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. ദീസ് റൈറ്റ്സ് ഹെൽപ്പ് മൈനോറിറ്റീസ് സേഫ് ഗാർഡ് ദെയർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ റൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മൈനോറിറ്റി, കുറഞ്ഞ വിഭാഗങ്ങൾ, ഇപ്പോൾ ബുദ്ധമതം, സിഖ് മതമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളാണല്ലേ ഉള്ളത്, എന്നിട്ടും അവരുടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട്. അവരുടെയൊക്കെ കൾച്ചർ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഈ ഒരു റൈറ്റിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മൈനോറിറ്റി വിഭാഗത്തിൻ്റെയൊക്കെ കൾച്ചർ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നത്. ഇനി നമ്മുടെ 6th റൈറ്റ് എന്താണെന്ന് നോക്കാം. 6th റൈറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ദിസ് റൈറ്റ് പ്രൊട്ടക്ട്സ്
പീപ്പിൾ ഇഫ് ദർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. അതായത് ഈ ഒരു റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, നമുക്ക് ലഭിക്കാതെ പോവുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാനോ ഒക്കെയുള്ള റൈറ്റാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ റൈറ്റാണ് ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് റൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അണ്ടർ ആർട്ടിക്കിൾ 32 പീപ്പിൾ ആർട്ടിക്കിൾ 32ലാണ് ഈ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. പീപ്പിൾ ക്യാൻ ഗോ ടു ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് പോകാൻ പറ്റും. അണ്ടർ ആർട്ടിക്കിൾ 226 ദേ ക്യാൻ ഗോ ടു ഹൈക്കോർട്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോർട്ടിലേക്കും സുപ്രീം കോർട്ടിലേക്കൊക്കെ പോകാനുള്ള ഫ്രീഡം ഉണ്ട്. അത് ഈ റൈറ്റിലൂടെയാണ് നമുക്ക് നൽകുന്നത്. കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് ടു റിസ്റ്റോർ റൈറ്റ്സ്. അപ്പം ഇങ്ങനെ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതികൾക്ക് റിട്സുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. അതായത് റിട്സ് മീൻസ് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ റിട്സ് എന്ന് പറയാം. ഡോക്ടർ അംബേദ്കർ കോൾഡ് ദിസ് റൈറ്റ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ അംബേദ്കർ പറയുന്നത് ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത്, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന റൈറ്റ്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഹേർട്ടും സോളുമാണ്, അതായത് ആത്മാവും ഹൃദയവുമാണ് എന്നാണ് പറയുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ റൈറ്റുകളെയും സംരക്ഷിക്കപ്പെടുന്നത് ഈ റൈറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റൈറ്റിനെയാണ്. അപ്പോൾ ഏത് റൈറ്റിനെയാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. It ensures that fundamental rights are protected and restored. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഡോക്ടർ അംബേദ്കർ ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ, ഈ ഒരു പാർട്ടിൽ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് റിഡ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം. അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്.